നമ്മുടെ ഏത് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നേടിയെടുക്കാൻ വളരെ പെട്ടെന്ന് ലഘുവായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന പവർഫുൾ ആയിട്ടുള്ള ഒരു അമലാണ് തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ സമയത്ത് കാമിലായ വുളുവോടുകൂടെ തഹജ്ജുദ് നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം അതേ ഇരുത്തത്തിലിരുന്ന് റബ്ബിനോട് ചോദിക്കേണ്ട ഒരു രൂപം. അത് കൃത്യമായി നമ്മൾ മറ്റൊരു വീഡിയോയിൽ വിശദീകരിച്ചതാണ്. ആ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാമിലായ വുളുവോടുകൂടെയാണ് ഇത് ചെയ്യേണ്ടതെന്ന്. പല സന്ദർഭത്തിലും പലരും ചോദിക്കാറുണ്ട്, ഉസ്താദെ കാമിലായ വുളു എന്ന് പറഞ്ഞാൽ എന്താണ്? ഞങ്ങൾക്ക് എടുക്കുന്ന വുളു കാമിലായ വുളു ആണോ? കാമിലായ വുളുവോടുകൂടെ എടുത്ത് ഇബാദത്തുകൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അപ്പോൾ ഞങ്ങളുടെ വുളുവൊക്കെ അപൂർണമായ വുളു അതുകൊണ്ട് ശരിയാവൂലേ എന്നൊക്കെ ചോദിക്കുന്ന പല ആളുകളുണ്ട്. ഇൻഷാ അള്ളാ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ളത് തീർച്ചയാണ്. കാമിലായ വുളു എങ്ങനെ ഒരു ചെറിയ രൂപത്തിൽ പറയാണ്, അതെങ്ങനെ നമുക്ക് എടുക്കാം? കാമിലായ വുളു എടുത്ത് നമ്മൾ നിസ്കരിക്കുമ്പോൾ നാം ഇബാദത്ത് ചെയ്യുമ്പോഴുണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണ് വിശദീകരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനിടയ്ക്ക് പറഞ്ഞ 12,000 ബിസ്മിയുടെ അമൽ, സൂറത്തുൽ ഫത്ഹിൻ്റെ അമൽ, അങ്ങനെ തുടങ്ങിയിട്ട് നിസ്കാരം കഴിഞ്ഞ് അതേ ഇരുത്തത്തിലിരുന്ന് നിർവഹിക്കുന്ന ചില അമലുകളൊക്കെ, ഇത്തരം വിഷയങ്ങൾക്കൊക്കെ വുളുവോടുകൂടി ചെയ്യുമ്പോൾ ആ വുളുവിലൊക്കെ ഇതുപോലെയുള്ള കാമിലായ വുളു എടുത്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അത് ഇജാബത്തിനോട് ഏറ്റവും അടുത്തതാണ്. ഉത്തരം കിട്ടാൻ വളരെ പെട്ടെന്നത് കാരണമാകുന്നതാണ്. കാരണം അത് അത്രയും ആത്മാർത്ഥതയോടുകൂടെ ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അപ്പോൾ നമുക്കിന്ന് അതിനെക്കുറിച്ച് പഠിക്കാം. നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നുള്ളത് തീർച്ചയാണ്. ഇതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് അറിവുകൾ മനസ്സിലാക്കാൻ സാധിക്കും. അത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് താഴെ എഴുതി അറിയിക്കുക. അത് മറ്റുള്ളവർക്ക് പ്രചോദനമാകട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, നല്ല കാര്യങ്ങളൊക്കെ പഠിക്കാനും അത് മനസ്സിലാക്കാനും. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ. നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റയിലും വാട്സപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇൻസ്റ്റയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്ക് വലിയ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇതിൽ നമ്മൾ ഒരു അമലും കൂടെ പറയുന്നുണ്ട്. എങ്ങനെ നമ്മുടെ ഏതു നടക്കാത്ത കാര്യങ്ങളും റബ്ബിൽ നിന്ന് എങ്ങനെ ചോദിച്ചെടുക്കാം, ചോദിച്ചു വാങ്ങിക്കാം, അതിനെങ്ങനെ പൂർണ്ണമായ ഖുശൂഅോടെ ഭയഭക്തിയോടെ എങ്ങനെ അതിലേക്ക് ഇറങ്ങാം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. ആദ്യമായിട്ട് കാമിലായ വുളു എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒന്ന്, വുളുവിൻ്റെ തുടക്കം മുതലേ ശ്രദ്ധിക്കേണ്ടതാണ്, ഖിബ്ലക്ക് മുന്നിടുക എന്നുള്ളതാണ്. ഇതൊരിക്കലും പരിഗണിക്കാതിരിക്കരുത്. ഒരുപക്ഷെ നമ്മുടെ ബാത്റൂമിൽ ഖിബ്ലക്ക് മുന്നിടാൻ സൗകര്യമാകുന്ന രൂപത്തിലുള്ള ടാപ്പിൻ്റെ സംവിധാനം അങ്ങനെ ആയിരിക്കില്ല. നമ്മൾ നിർമ്മിക്കുന്ന ബാത്റൂമാണെന്നുണ്ടെങ്കിൽ വുളുവിന് വേണ്ടിയിട്ട് പ്രത്യേകം സജ്ജീകരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ടാപ്പ് ചില വീടുകളിലേക്ക് ഇപ്പോൾ വുളുവിന് വേണ്ടി പ്രത്യേകം സജ്ജീകരിക്കാറുണ്ട്. അങ്ങനെ സജ്ജീകരിക്കുന്നത് ഖിബ്ലക്ക് മുന്നിട്ട് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്കാക്കിയാൽ അത് വളരെ സൗകര്യപ്രദമാകും നമുക്ക് ഖിബ്ലക്ക് മുന്നിട്ട് വുളു എടുക്കാൻ. അല്ലെങ്കിൽ ചിലപ്പോൾ അത് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കിയേക്കാം. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് അത്തരം വിഷയങ്ങളിലേക്കൊക്കെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടിറങ്ങുമ്പോൾ സുന്നത്തുകൾ പരമാവധി കിടന്നുറങ്ങുന്ന റൂമിൽ നമുക്ക് ഖിബ്ലക്ക് മുന്നിട്ട് കിടക്കാൻ സൗകര്യമാകുന്ന രൂപത്തിൽ അങ്ങനെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത്തത് കാമിലായ വുളു എടുക്കുമ്പോൾ നമ്മൾ തുടങ്ങും മുമ്പ് തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്, തെറിക്കാത്ത സ്ഥലത്ത് വെച്ചായിരിക്കണം വുളു എടുക്കേണ്ടത്. അതതിൻ്റെ ഒരു മര്യാദയിൽപ്പെട്ടതാണ്, തെറിക്കാത്ത സ്ഥലത്ത് വെച്ച് വുളു എടുക്കുക എന്നുള്ളത്. ഈ തെറിക്കുന്ന സ്ഥലങ്ങളിൽ വെച്ച് വുളു എടുക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നജസ്സുകളൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. 2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞു. പിന്നെ വുളു നിർവഹിക്കുന്നത് നമ്മൾ കോരിയെടുത്തുകൊണ്ടാണെങ്കിൽ ആ പാത്രം വലതുഭാഗത്ത് വെക്കുക. ടാപ്പ് പോലെ ഇങ്ങനെ ചൊരിച്ചെടുത്ത് ഉപയോഗിക്കുന്നതാണെങ്കിൽ അത് ഇടതുഭാഗത്തേക്ക് മാറ്റിയിട്ടാണ് വുളു എടുക്കേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോയെന്നറിയില്ല. നമ്മളിങ്ങനെ ഒഴിച്ചിട്ട് എടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ ആ ഒഴിക്കുന്ന സാധനം വലതുഭാഗത്ത് നിന്നാണ് വരേണ്ടത്. നമ്മളിങ്ങനെ ചൊരിച്ച് കിട്ടുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഇടതുഭാഗത്തേക്കാണ് ആക്കേണ്ടത് എന്നാണ് നമ്മൾ വുളു എടുക്കുമ്പോൾ തന്നെ ഇതിന് മുമ്പായിട്ട് ശ്രദ്ധിക്കേണ്ടത്. തീരെ കുറഞ്ഞ വെള്ളം കൊണ്ട് വുളു എടുക്കാതിരിക്കുക. ചില ആളുകളൊക്കെ ഒരു ചലഞ്ച് എന്ന രൂപത്തിൽ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി വെള്ളം എടുത്ത് വുളു എടുക്കാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ ചെയ്യാതിരിക്കുക. കഴിവതും പരമാവധി നമ്മൾ ഈ വുളുവിന് വേണ്ടി ഉപയോഗിക്കുന്ന വെള്ളം 800 മില്ലിയേക്കാൾ കുറയാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ 1000 മില്ലി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമുക്കറിയാം. 1000 മില്ലി ആണല്ലോ 1 ലിറ്റർ.
1000 മില്ലി എന്ന് പറയുന്ന 1000 മില്ലി ലിറ്ററാണ് ഇത് എന്താ 1 ലിറ്റർ എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ കാണുന്ന വാട്ടർ ബോട്ടിലുണ്ടല്ലോ, അത് 1 ലിറ്ററിൻ്റെ വാട്ടർ ബോട്ടിലാണ്. അപ്പോൾ ഏകദേശം അത് നമ്മൾ അത് 1000 മില്ലിയാണ്. അതിൻ്റെ കുറച്ച് താഴെ 200 എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മളെ വീട്ടിലൊക്കെ ഗ്ലാസ് ഉണ്ടല്ലോ വെള്ളം കുടിക്കുന്നത്, അത് ഏകദേശം 200 250 മില്ലി ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഏകദേശം ആ ഒരു കണക്ക് വെച്ചിട്ട് എന്താ ആ 1 ലിറ്ററിൻ്റെ ബോട്ടിലിലെ വെള്ളം കുറച്ചാൽ എത്ര ഉണ്ടാവുക, അപ്പോൾ അതിൻ്റെ ഒരു മുക്കാ ഭാഗം കഴിഞ്ഞിട്ട് കുറച്ചൊക്കെയുള്ള അത്രയും വെള്ളം കൊണ്ട് വുളു എടുക്കാതിരിക്കുക, അതിനേക്കാൾ കുറയാതിരിക്കുക. വുളു എടുക്കുന്ന വെള്ളം 800 മില്ലിയേക്കാൾ കുറയാതിരിക്കുക. 800 മില്ലി മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ്. 1000 മില്ലി എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലൊക്കെ വെള്ളം കുടിക്കുന്ന ആ ബോട്ടിൽ, അപ്പോൾ അതിനേക്കാളും കുറച്ച് കുറഞ്ഞതാണ് 800 മില്ലി. അതിനേക്കാളും കുറയാതിരിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവരോട് സഹായം തേടുന്നത് ഒഴിവാക്കുക. വുളു എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അനാവശ്യ സംസാരങ്ങൾ ഒഴിവാക്കുക. വുളുവിലെ ഓരോ പ്രവൃത്തിയും നമ്മൾ ചെയ്യുമ്പോൾ അത് മുറിയാതെ ചെയ്യുക, ഇടതടവില്ലാതെ ചെയ്യുക. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. വെള്ളം മിതമായി ഉപയോഗിക്കുക. ഇസ്രാഫ് ഉണ്ടാകാൻ പാടില്ല. വുളു എടുക്കുന്ന സമയത്ത് ഇസ്രാഫില്ലാണ്ട് മിതമായി ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇനിയും നമ്മൾ ആദ്യം തന്നെ വുളു ആരംഭിക്കുമ്പോൾ തന്നെ നമ്മൾ ചെയ്യേണ്ടത് വുളുവിൻ്റെ സുന്നത്തിനെ ഞാൻ നിർവഹിക്കുന്നു എന്ന് 3 പ്രാവശ്യം മനസ്സിൽ കരുതണം എന്നാണ്. ഇതൊക്കെ നമ്മൾ ചെറിയത് ആണെങ്കിലും കാമിലായ വുളു എടുക്കാൻ ഈ ചെറിയ പോയിന്റുകളും കൂടെ ശ്രദ്ധിക്കുമ്പോഴാണ് പൂർണ്ണമായ വുളു, കാമിലായ വുളു പറഞ്ഞാൽ പൂർണ്ണമായ വുളുവിലേക്ക് എത്തുക. അപ്പോൾ നമ്മൾ വുളു എടുക്കുന്നതിൻ്റെ ആരംഭത്തിൽ തന്നെ കൈകൾ കഴുകുന്ന സമയത്ത് മനസ്സിൽ എന്താ കരുതേണ്ടത്? വുളുവിൻ്റെ സുന്നത്തിനെ ഞാൻ നിർവഹിക്കുന്നു എന്ന് മനസ്സിൽ 3 തവണ കരുതണം. അങ്ങനെ മനസ്സിൽ കരുതുന്നത് നമ്മൾ മൊഴിയുക എന്നുള്ളത് അത് മറ്റൊരു സുന്നത്താണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ പറയുന്നതൊക്കെ സുന്നത്തുകളാണ്. സുന്നത്തുകൾ ഇങ്ങനെ പാലിച്ചു വരുമ്പോഴാണ് കാമിലായ വുളു ആവുക. അപ്പോൾ ആദ്യമായിട്ട് വുളുവിൻ്റെ ആരംഭത്തിൽ നമ്മൾ ആദ്യം പറഞ്ഞ നേരത്തെ വുളുവിൻ പ്രവേശിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട മര്യാദകളാണ് പറഞ്ഞത്. ഇനി പറയുന്നതൊക്കെ വുളു എടുക്കുമ്പോൾ പാലിക്കേണ്ട സുന്നത്തുകളാണ്. ഈ സുന്നത്തുകൾ പാലിച്ചിട്ട് വുളു എടുക്കുമ്പോഴാണ് കാമിലായ വുളു ആവുക. അപ്പോൾ നമ്മൾ കൈ കഴുകുന്ന സമയത്ത് എന്താ മനസ്സിൽ കരുതേണ്ടത്? ഞാൻ വുളുവിൻ്റെ സുന്നത്തിനെ ഞാൻ നിർവഹിക്കുന്നു, വീട്ടുന്നു എന്നുള്ളത് കരുതുക. ആ കരുതുന്നത് വായ കൊണ്ട് പറയുകയും ചെയ്യുക. കരുതലാണ് സുന്നത്ത്, അത് പറയൽ മറ്റൊരു സുന്നത്താണെന്നുള്ളത് മനസ്സിലാക്കുക. ബിസ്മി ചൊല്ലാൻ വേണ്ടി 3 വട്ടം മിസ്വാക്ക് ചെയ്യുക എന്നുള്ളതാണ്. അത് പ്രത്യേകം സുന്നത്തുണ്ട്. ബിസ്മി നമ്മളെല്ലാ കാര്യങ്ങളും ബിസ്മി ചൊല്ലിയിട്ടാണല്ലോ തുടങ്ങേണ്ടത്. അത് പ്രത്യേകം ബറക്കത്തുണ്ടാവാൻ കാരണമാകും എന്നുള്ളതാണ്. അപ്പോൾ 3 പ്രാവശ്യം മിസ്വാക്ക് ചെയ്യുമ്പോൾ അത് 3 വട്ടം തന്നെ ബിസ്മി ചൊല്ലണം, 3 വട്ടം മഊദ് ചൊല്ലണം. 2 മുൻകൈകളും കഴുകിക്കൊണ്ടായിരിക്കണം. 2 മുൻകൈകളും സെപ്പറേറ്റ് അല്ല കഴുകേണ്ടത്, അത് ഒരുമിച്ച് കഴുകുക. അങ്ങനെ ഒരുമിച്ച് കഴുകൽ പ്രത്യേകം സുന്നത്തുണ്ട് എന്ന് കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് രണ്ടിനെയും ഒരുമിച്ച് കഴുകുക. മുൻകൈ രണ്ടിനെയും ഒരുമിച്ച് കഴുകൽ പ്രത്യേകം സുന്നത്തുണ്ട്. അത് 3 പ്രാവശ്യമായിരിക്കുക. ആ 3 പ്രാവശ്യവും മനസ്സിൻ്റെ ഉള്ളിൽ നിയ്യത്ത് കരുതുക. ആ കരുതിയത് നാക്കുകൊണ്ട് പറയുകയും ചെയ്യുക. നമ്മുടെ ശരീരം കേൾപ്പിക്കുന്ന രൂപത്തിലേക്ക് പറയുക. അത് നല്ല കാമിലായ വുളു എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. മുൻകൈ കഴുകുന്നത് ബിസ്മി ചൊല്ലുന്ന സമയത്ത് തന്നെയാവുക. അത് മറ്റൊരു സുന്നത്താണ്. അപ്പോൾ നോക്കൂ, ചെറിയ പോയിന്റുകളാണ് നമ്മൾ പറയുന്നത്. ആ ചെറിയ പോയിന്റുകൾ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് പുണ്യങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. മുൻകൈ കഴുകുന്നത് ബിസ്മി ചൊല്ലുന്ന സമയത്ത് തന്നെ ആയിരിക്കുക എന്നുള്ളത് മറ്റൊരു സുന്നത്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത് ആ സമയത്തേക്ക് തന്നെ കൊണ്ടുവരലൊരു സുന്നത്ത് കൂടിയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് കിട്ടുന്ന ഒരുപാട് സുന്നത്തുകൾ, ആ സുന്നത്തുകൾ പരിഗണിച്ചാൽ നമുക്ക് കാമിലായ വുളു എടുക്കാൻ പറ്റും. ഈ സമയത്ത് നമ്മൾ ബിസ്മി ചൊല്ലുന്ന സമയത്തൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ നിയ്യത്ത്, നമ്മളിപ്പോൾ 3 തവണ നിയ്യത്ത് വെച്ചു. വുളുവിൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു, വുളുവിൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു, വുളുവിൻ്റെ സുന്നത്തിനെ ഞാൻ നിർവഹിക്കുന്നു എന്നുള്ള നിയ്യത്ത് വെച്ചു. ആ വെച്ച നിയ്യത്ത് ഹൃദയത്തിൽ ഉണ്ടായിരിക്കുക എന്നുള്ളത് അത് മറ്റൊരു സുന്നത്താണ്. അപ്പോൾ അതും കൂടെ പാലിക്കുക. അങ്ങനെ ബിസ്മി ചൊല്ലിയതിൻ്റെ ശേഷം 2 ഷഹാദത്ത് കലിമ ചൊല്ലുക. അതെങ്ങനെ 2 ഷഹാദത്ത് കലിമയിലുണ്ട് നമുക്കൊക്കെ അറിയാം. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. ഈ ഷഹാദത്ത് കലിമ ചൊല്ലുക. അതിനുശേഷം അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തുഹൂറ എന്ന് ചൊല്ലുക. ഇനി കഴിയുമെന്നുണ്ടെങ്കിൽ
ഇത് ചിലരൊന്നും ചെയ്യാത്തതാണ്. പറ്റുമെന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെയും ചെല്ലാവുന്നതാണ്. റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ഷയാത്തീൻ വ അഊദു ബിക റബ്ബി അൻ യഹ്ളുറൂൻ. ഇതൊക്കെ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, ഉപ്പമാർ ഇത് ശ്രദ്ധിച്ചാൽ നല്ല മാറ്റങ്ങളുണ്ടാവും നമ്മുടെ ജീവിതത്തിൽ. ഒരാളൊരു വുളു എടുക്കുമ്പോൾ അവൻ്റെ അവയവങ്ങളിലൂടെ ഉറ്റി വീഴുന്ന വെള്ളത്തുള്ളികൾ അല്ലേ, അതിനനുസരിച്ച് അവൻ്റെ പാപങ്ങൾ ഉതിർന്നു വീണു പോകുന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമുക്കൊക്കെ അങ്ങനെ ദോഷങ്ങൾ പുറത്ത് കിട്ടുന്നവരുടെ കൂട്ടത്തിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മൾ പറഞ്ഞത് ഇങ്ങനെ ഇപ്പോൾ നമ്മൾ എവിടുന്ന് മുൻകൈ കഴുകുന്ന അവിടെ തുടങ്ങി എത്തിയിട്ടുള്ളൂ. അപ്പോഴേക്ക് എത്ര സുന്നത്തുകൾ നമുക്ക് കിട്ടി. അവിടെ മുതൽ ഇങ്ങനെ തുടങ്ങി നമ്മൾ ബിസ്മി ചൊല്ലി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന് ചൊല്ലി അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറ എന്ന് പറഞ്ഞു. ഇനി നമുക്ക് പറ്റുമെങ്കിൽ റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ഷയാത്തീൻ വ അഊദു ബിക റബ്ബി അൻ യഹ്ളുറൂൻ എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഈ ദിക്റുകളൊക്കെ, ഈ ദിക്ർ 3 തവണ ചൊല്ലുക. അത് കഴിഞ്ഞ് വുളൂഇന് വേണ്ടി മിസ്വാക്ക് ചെയ്യുക. ഇനിയാണ് മിസ്വാക്ക് ചെയ്യേണ്ടത്. ഇന്ന് നമ്മളൊക്കെ പലപ്പോഴും ഇത് നിങ്ങൾ കൃത്യമായി ചെയ്യാറുണ്ടോ എന്നുള്ളതൊന്ന് അറിയിക്കണേ. പലരും വുളു എടുക്കുമ്പോൾ എങ്ങനെ ചെയ്യൽ എന്നുള്ളത്, സാധാരണക്കാരായ ആളുകൾ, ഇതിനെ കുറിച്ച് അറിവില്ലാത്ത ആളുകൾ ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ആദ്യം പോയിട്ട് മിസ്വാക്ക് ചെയ്യും, എന്നിട്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വുളു എടുക്കാൻ തുടങ്ങുക. അങ്ങനെയല്ല വേണ്ടത്. ആദ്യം നമ്മൾ വുളുവിൻ്റെ മുൻകൈ കരുതുക. വുളുവിൻ്റെ സുന്നത്തിനെ വീട്ടുന്നു എന്ന് പറഞ്ഞിട്ടുള്ള മുൻകൈ കഴുകി അങ്ങനെ ഈ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്നുള്ള ദിക്റും ദുആയൊക്കെ ചൊല്ലി അൽഹംദുലില്ലാഹി ജഅലൽ മാഅ തുഹൂറ എന്ന് ചൊല്ലി അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ വുളുവിന് വേണ്ടി ഞാൻ മിസ്വാക്ക് ചെയ്യുന്നു എന്നുള്ള ആ സുന്നത്ത് പ്രത്യേകം കരുതിയിട്ട് മിസ്വാക്ക് ചെയ്യേണ്ടത് പിന്നെയാണ്. അത് നിങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടോ? അങ്ങനെ ആ മിസ്വാക്ക് 3 തവണ മിസ്വാക്ക് ചെയ്യണം. അങ്ങനെ ആ മിസ്വാക്ക് 3 തവണ നമ്മൾ ചെയ്യണം. ആ മിസ്വാക്ക് അങ്ങനെ ചെയ്ത് വളരെ ആത്മാർത്ഥമായിട്ട് മിസ്വാക്ക് ചെയ്തതിന് ശേഷം, മിസ്വാക്ക് ചെയ്യുമ്പോൾ പാലിക്കേണ്ട ചില സുന്നത്തുകളൊക്കെ ഉണ്ട്. നമ്മൾ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കാണാത്തവരത് കണ്ട് മനസ്സിലാക്കുക. മിസ്വാക്ക് ചെയ്യുമ്പോൾ പാലിക്കേണ്ട സുന്നത്തുകൾ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം ഉണ്ടായിരുന്നു. അത്രയും എണ്ണം സുന്നത്തുകൾ. മിസ്വാക്ക് എങ്ങനെയാണ് വെക്കേണ്ടത്, അത് മിസ്വാക്ക് ചെയ്തതിന് ശേഷം അത് നീളത്തിലാണോ വെക്കേണ്ടത്, ഇങ്ങനെ കുത്തിയിട്ടാണോ വെക്കേണ്ടത്, ഇങ്ങനെ കിടത്തിയിട്ടാണോ വെക്കേണ്ടത് എന്നു തുടങ്ങിയിട്ടുള്ള സുന്നത്തുകളൊക്കെ ബ്രഷ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്, ബ്രഷുമായി ബന്ധപ്പെട്ട്, ആ ബ്രഷിൻ്റെ നീളവുമായി ബന്ധപ്പെട്ട്, ആ ബ്രഷ് ഏത് ഭാഗത്തു നിന്ന് തുടങ്ങണം എന്നൊക്കെ തുടങ്ങിയിട്ട് ഒരു പിടി സുന്നത്തുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടവർ അന്ന് നമ്മൾ എത്ര സുന്നത്തുകൾ പറഞ്ഞിരുന്നു എന്നുള്ളത് എഴുതി അറിയിച്ചാൽ അവർക്ക് അതിനെക്കുറിച്ച് ഓർമ്മ ഉണ്ട്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിപ്പോൾ പറയുന്നില്ല. പിന്നീട് വായിൽ വെള്ളം കൊപ്പിളിക്കുക, നമ്മുടെ പല്ല്, മോണ, അണ്ണാക്കിൻ്റെ അറ്റം എന്നീ ഭാഗങ്ങളിലേക്കൊക്കെ വെള്ളം എത്തിക്കുക. ഇത് നോമ്പുകാർക്കല്ല കേട്ടോ, സാധാരണ നോമ്പില്ലാത്ത ആളുകൾക്കാണ്. ഈ സമയത്ത് ഇടതു കൈവിരൽ മോണയിലും പല്ലിലും ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇടത് കൈയിൻ്റെ വിരലും മോണയിലും അതേപോലെ തന്നെ പല്ലിലും ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുക. അതൊക്കെ കിതാബുകളിൽ കൃത്യമായി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട സുന്നത്തുകളാണ്. വയുസന്നു ഇമ്രാറുൽ ഇസ്ബഇൽ യുസ്ര അലൈഹ, അവൻ്റെ മോണയിൽ അതേപോലെ തന്നെ പല്ലിൽ, അണ്ണാക്കിൻ്റെ അറ്റം ഈ ഭാഗത്തേക്കൊക്കെ അവൻ്റെ ഇടതു കൈയിൻ്റെ ചെറുവിരലിനെ നടത്തൽ പ്രത്യേകം സുന്നത്താക്കപ്പെടുമെന്ന് കിതാബുകളിൽ കാണാം. അതിനുശേഷം വായിലുള്ള വെള്ളം തുപ്പിക്കളയുക. വായിൽ വെള്ളം കൊപ്പിളിക്കൽ മേൽപ്പറഞ്ഞ രൂപത്തിൽ, നമ്മളിപ്പോൾ വിശദീകരിച്ച രൂപത്തിൽ അത് നമ്മളൊരു 3 പ്രാവശ്യം ചെയ്യുക. മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക. നമ്മൾ പാലിക്കേണ്ട സുന്നത്തുകളാണ്. അതിലൂടെ ഒരുപാട് രോഗങ്ങൾക്കും ഒരുപാട് ഇൻഫെക്ഷൻ, ബാക്ടീരിയകൾ, ഇങ്ങനെയുള്ള രോഗാണുക്കളൊക്കെ ഉള്ളിൽ മൂക്കിലൂടെ കയറുന്നതിനെക്കൊണ്ട് തടയാനും ആ ഭാഗങ്ങൾ ശുദ്ധീകരിച്ച് കിട്ടാനൊക്കെ കാരണമാകും. നമ്മൾ ഈ കൊറോണയുടെ സമയത്തൊക്കെ എത്രയോ കാര്യങ്ങൾ നമ്മൾ മാസ്ക് വെച്ചിട്ട് നമ്മൾ പ്രതിരോധിച്ചില്ലേ. എന്താ മാസ്ക് വെച്ച് പ്രതിരോധിക്കാൻ കാരണം? വായിലൂടെയും മൂക്കിലൂടെയൊക്കെ ഉള്ളിലേക്ക് ഒരുപാട് വിഷയങ്ങൾ കയറിപ്പോകുന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിരുന്നത്. എന്നാൽ നിങ്ങൾ നോക്കൂ, നമ്മളോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 5 വഖത്ത് ഫർള് നിസ്കാരത്തിന് വേണ്ടിയും അതിനേക്കാൾ ഉപരി അല്ലാത്ത ഒരുപാട് സന്ദർഭങ്ങൾ, ഖുർആൻ ഓതാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ മജ്ലിസുകളിൽ ഇരിക്കാൻ വേണ്ടിയിട്ട്, ഇൽമ് കേൾക്കാൻ വേണ്ടിയിട്ടൊക്കെ വുളു എടുക്കൽ സുന്നത്തായ സന്ദർഭങ്ങൾ, ഇങ്ങനെ ഒരു ദിവസത്തിൽ തന്നെ 5-ലധികം തവണ നമുക്ക് വുളു എടുക്കാനുള്ള അവസരം വരുന്നുണ്ട്. 5 തവണ നിർബന്ധമായിട്ടും വുളു ഇല്ലെങ്കിൽ എടുക്കാനുള്ള അവസരം വരുന്നുണ്ട്. ഈ സന്ദർഭത്തിലൊക്കെ നമ്മൾ നമ്മുടെ വായും മൂക്കും ശുദ്ധീകരിക്കുമ്പോൾ, ആ കൊറോണയുടെ സമയത്തൊക്കെ ഉള്ളതൊന്ന് ആലോചിച്ച് നോക്കി നോക്ക്.
നമ്മുടെ വായും മൂക്കൊക്കെ എത്രമേൽ ശുദ്ധീകരിച്ചിട്ടാണ് കിടക്കുന്നത്. ഇതിലൂടെ ഒന്നും പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ല അന്ന് മാസ്കൊക്കെ ധരിച്ചിരുന്നത്. ഇപ്പോൾ മാസ്ക് ധരിക്കാതെയും നമുക്ക് ആ പ്രൊട്ടക്ഷൻ കിട്ടുന്നത് നമ്മൾ ഈ ദീനിൻ്റെ വക്താക്കളായതുകൊണ്ടല്ലേ. അൽഹംദുലില്ലാ നമ്മളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മുസ്ലിം ഉമ്മയ്ക്കും ഉപ്പയ്ക്കും ജനിപ്പിച്ചത് കൊണ്ടല്ലേ നമുക്കിങ്ങനെ ഒക്കെ ഈ ഒരു അവസരം കിട്ടിയത്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അപ്പോൾ അതേപോലെ തന്നെ എന്താ മൂക്കിൽ നിന്ന് വെള്ളം കയറ്റി ചീറ്റുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില സുന്നത്തുകളുണ്ട്. നമ്മൾ മൂക്കിലേക്ക് വെള്ളം കയറ്റുക, അത് തരിമൂക്കിൻ്റെ ഭാഗത്തേക്ക് വെള്ളം ഉയർത്തണം അത് കയറ്റിയിട്ട്. അത് നോമ്പുകാരന് സുന്നത്തില്ല കേട്ടോ. പിന്നെ അതേ സമയത്ത് തന്നെ നമ്മൾ ഇടത് കൈയിൻ്റെ ചെറുവിരൽ മൂക്കിൽ പ്രവേശിച്ച് അവിടെ ഇങ്ങനെ ശുദ്ധീകരിക്കണം. അത് ഏതെങ്കിലും വിരലല്ല, സുന്നത്തായത് ഇടത് കൈയിൻ്റെ ചെറുവിരൽ കൊണ്ടാണ്. മൂക്കിൽ നിന്ന് വെള്ളം ചീറ്റിക്കളയുക. വായിലേക്കും മൂക്കിലേക്കും വെള്ളം എടുക്കുന്നത് വലത് കൈ കൊണ്ടാവുക. അപ്പോൾ വുളു എടുക്കുമ്പോൾ അങ്ങനെ വലത് കൈ കൊണ്ടാണ് വായിലേക്കും മൂക്കിലേക്കും വെള്ളം എടുക്കേണ്ടത്. ഒരു കൈക്കുമ്പിളിൽ വെള്ളത്തിൽ നിന്ന് ആദ്യം അല്പം വായിലേക്കും ശേഷം ബാക്കി വെള്ളം മൂക്കിലേക്കും പ്രവേശിപ്പിച്ച് ഇവ രണ്ടും നിർവഹിക്കുക. ഇങ്ങനെ 3 പ്രാവശ്യം ചെയ്യുക എന്നുള്ളതാണ്. ഇതാണിപ്പോൾ നമ്മൾ ഇതിൻ്റെ ആരംഭത്തിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട സുന്നത്ത്. ഇനി നോക്കൂ, മുഖം കഴുകുന്ന സമയത്ത് കാമിലായ വുളു എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി മുഖം കഴുകുന്ന സമയത്ത് മനസ്സിൽ കരുതേണ്ട നിയ്യത്ത്, വുളുഇൻ്റെ നിയ്യത്ത് അങ്ങ് മൊഴിയുക. വുളുഇൻ്റെ നിയ്യത്തുണ്ടല്ലോ, നമ്മൾ എന്താണോ നിയ്യത്ത് വെക്കുന്നത്, വുളു എന്ന ഫർളിനെ ഞാൻ വെട്ടുന്നു, അത് മനസ്സിലെന്താണോ നിയ്യത്ത് കരുതുന്നത് അത് വുളുഇൻ്റെ നിയ്യത്ത് മൊഴിയുക, നാക്കുകൊണ്ട് മൊഴിയുക. നിയ്യത്ത് വുളു തീരുന്നത് വരെ നമ്മുടെ മനസ്സിൽ ഹൃദയത്തിൽ ഉണ്ടായിരിക്കുക, നിലനിർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇരു കൈകളെ കൊണ്ടും ഒന്നിച്ച് വെള്ളം എടുക്കുക, മുഖത്തിൻ്റെ മേൽഭാഗത്ത് നിന്ന് കഴുകാൻ ആരംഭിക്കുക. ഇതൊക്കെ പ്രാക്ടിക്കലായിട്ട് പലരും ചെയ്യുന്നവരായിരിക്കും. എങ്കിലും നമ്മുടെ കിതാബുകളിലുള്ളത് എങ്ങനെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത് എന്നുള്ളതിൻ്റെ അതിൻ്റെ കൃത്യമായ രൂപങ്ങളാണ് ഇതിൽ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അപ്പം ഇങ്ങനെ മുഖത്തിൻ്റെ മേൽഭാഗത്ത് നിന്നാണ് ഇത് കഴുകാൻ ഇങ്ങനെ ആരംഭിക്കേണ്ടത്. മേൽഭാഗത്ത് നിന്ന് മുഖത്തിൻ്റെ നിർബന്ധ പരിധിക്കപ്പുറത്തുള്ള ഭാഗവും കൂടി നീട്ടിക്കഴുകുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളരെ പ്രധാനപ്പെട്ടൊരു ഹദീസ് നമുക്കറിയാം. ഇന്ന ഉമ്മത്തി യുദ്അഉന യൗമൽ ഖിയാമത്തി ഗുർറൻ മുഹജ്ജലീന മിൻ ആസാരിൽ വുളു. ഖിയാമത്ത് നാളിൽ പരലോകത്ത് നിന്ന് ഇന്ന ഉമ്മത്തി യുദ്അഉന യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എൻ്റെ ഉമ്മത്തിനെ വിളിക്കപ്പെടും. ഗുർറൻ മുഹജ്ജലീന മിൻ ആസാരിൽ വുളു, വുളുവിൻ്റെ കാരണത്താൽ മുഖവും കൈകാലുകളും കയറ്റിക്കഴുകിയ കാരണത്താൽ മുഖവും കൈകാലുകൾ വെളുത്തവരെ എന്ന് വിളിക്കപ്പെടും എന്നുള്ളതാണ്. ആ വിളിക്കപ്പെട്ടിട്ട് അവർക്കൊരു പ്രത്യേക പരിഗണന നൽകും. അങ്ങനെ നിർബന്ധമായ പരിധിക്കപ്പുറത്തേക്ക് കൂടെ നമ്മൾ കയറ്റി കഴുകുകയാണെങ്കിൽ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. മുഖം കഴുകുന്നതോടൊപ്പം തന്നെ 2 ചെവികളും കഴുകുക. മുഖത്തോടൊപ്പം ചെവി 3 വട്ടം കഴുകുക. അതൊക്കെ പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണ്. ചെറിയ കാര്യങ്ങളാണ് നമുക്ക് കേൾക്കുമ്പോൾ തോന്നുക, പക്ഷെ ഓരോന്നും സെപ്പറേറ്റ് സുന്നത്തുള്ള കാര്യങ്ങളാണ്. വളരെയധികം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമ്മുടെ കണ്ണിൻ്റെ 2 അറ്റവും ഈ പീളക്കുഴിയുണ്ട്, വാൽക്കണ്ണുണ്ട്, അതൊക്കെ സൂക്ഷിച്ച് കഴുകുക. ഇത് കഴുകുന്നത് ചൂണ്ടിവിരൽ കൊണ്ടാകുക. അതൊക്കെ ഒരു സെപ്പറേറ്റ് സുന്നത്താണ്, ഓരോ സുന്നത്തുകളാണ്. മുഖം ഉരച്ച് കഴുകുക. വെള്ളം മുഖത്തേക്ക് ധാരാളമായിട്ട് ഇങ്ങനെ ഒഴിക്കാതിരിക്കുക, മിതമായതെടുക്കുക. തിങ്ങിയ താടിയുള്ളവരാണെങ്കിൽ അത് തിക്കകറ്റി കഴുകുക. തിക്കകറ്റുന്നതിന് വേണ്ടി പുതിയ വെള്ളം ഉപയോഗിക്കുക. തിക്കകറ്റുന്നത് വലതു കൈവിരൽ കൊണ്ടാവുക. അതേ സമയത്ത് കൈവിരലുകൾ വിടർത്തി വെക്കുക. തിക്കകറ്റുന്ന സമയത്ത് താടിയുടെ വലതുവശത്ത് നിന്ന് തിക്കകറ്റാൻ തുടങ്ങുക. തിക്കകറ്റുന്ന താടിയുടെ അടിവശത്ത് നിന്നാവുക. അപ്പോൾ ഇങ്ങനെ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നിയ്യത്ത് അത് വായ കൊണ്ട് പറയുക. മുഖം കഴുകൽ, ചെവി കഴുകൽ, ചെവി ഉരക്കൽ, തിക്കകറ്റൽ, ഈ പറയുന്ന എല്ലാ സംഭവങ്ങളും 3 പ്രാവശ്യം ചെയ്യുക. ഇതൊക്കെ മുഖവുമായി ബന്ധപ്പെട്ട് നമ്മൾ കാമിലായ വുളു എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി കൈ കഴുകുമ്പോൾ ഇരു കൈകളിൽ വിരൽ ഭാഗത്ത് നിന്ന് കഴുകാൻ ആരംഭിക്കുക എന്നാണ്. ഇരു കൈകളും വിരൽ ഭാഗത്ത് നിന്ന് കഴുകാൻ ആരംഭിക്കുക. വലത് കൈ ആദ്യം കഴുകുക. തോൾ ഭാഗം വരെ നീട്ടിക്കഴുകുക. നമ്മൾ കൈ കഴുകുമ്പോൾ തന്നെ തോൾ ഭാഗം വരെ നീട്ടിക്കഴുകുക. ഈ കൈകൾ തന്നെ ഉരച്ച് കഴുകുക. വിരലുകൾ തിക്കകറ്റുക. വിരലുകൾ ഇങ്ങനെ തിക്കകറ്റി കഴുകുക. തിക്കകറ്റുന്ന വിരലുകൾ പരസ്പരം കോർത്തുകൊണ്ടാവുക. വ്യത്യസ്തങ്ങളായ രൂപങ്ങളിൽ നമുക്ക് തിക്കകറ്റാൻ പറ്റും, പക്ഷെ അത് കോർത്തുകൊണ്ടായിരിക്കുക എന്നുള്ള പ്രത്യേകം സുന്നത്താണ്. വെള്ളം എത്തുമെന്ന് ഉറപ്പുണ്ടെങ്കിലും മോതിരം അതിങ്ങനെ ഇളക്കിയിട്ട് കഴുകുക. നമ്മുടെ കയ്യിലൊക്കെ റിങ്ങുകൾ ഉണ്ടെങ്കിൽ അത് ഇളക്കിയിട്ട് കഴുകുക. ഇനിയിപ്പോൾ അവിടെ വെള്ളം കയറുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്, ഇളക്കേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നത്, എന്നാലും അത് ചലിപ്പിക്കുക.
ഈ കാര്യങ്ങളൊക്കെ 3 പ്രാവശ്യം ചെയ്യുക. അത് പ്രത്യേകം സുന്നത്താണ്. ഇനി നോക്കൂ, നിങ്ങൾ തല തടവുന്ന സമയത്ത് കാമിലായ വുളു ആവണമെങ്കിൽ തല മുഴുവൻ തടവണം എന്നുള്ളതാണ്. തലയുടെ മുൻഭാഗത്ത് നിന്നാണ് ആ തടവേണ്ടത്, ആരംഭിക്കേണ്ടത് തലയുടെ മുൻഭാഗത്ത് നിന്നാണ്. സുന്നത്തായ രൂപത്തിൽ ആണ് നമ്മൾ തടവേണ്ടത്. എങ്ങനെയാണ് സുന്നത്തായ രൂപം എന്ന് പറഞ്ഞാൽ, നമ്മുടെ നമ്മുടെ 2 കൈകളിലെയും ചൂണ്ടുവിരലുകൾ ചേർത്ത് വെച്ച് നമ്മുടെ തലയുടെ മുൻവശത്ത് ഇങ്ങനെ വെക്കുക. അതാണ് ഇതിൻ്റെ പൂർണ്ണമായ രൂപം. ഇരു കൈകളുടെയും 2 വിരലുകളുടെയും 2 കൈയിൻ്റെയും ചൂണ്ടുവിരലുകൾ ചേർത്ത് വെച്ച് അത് തലയുടെ മുൻഭാഗത്ത് വെച്ച് 2 തള്ളവിരൽ ഈ ചെവിക്കുഞ്ഞി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഈ ഭാഗത്ത് വെച്ചിട്ട് അതിങ്ങനെ തള്ളവിരലല്ലാത്ത മറ്റെല്ലാ വിരലുകളും കൂടെ ഒരുമിച്ച് തലയുടെ പിൻഭാഗത്തേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അതിൻ്റെ പ്രാക്ടിക്കലായ രൂപം അങ്ങനെയാണ് ചെയ്യേണ്ടത് പൂർണ്ണമായിട്ട്. അങ്ങനെ പിൻഭാഗത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഈ മുടി മറിയുന്ന മുടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തിരിച്ചിങ്ങോട്ടും കൊണ്ടുവരണം. അത് 3 പ്രാവശ്യം അങ്ങനെ തല തടവുക. അത് പ്രത്യേകം സുന്നത്തുള്ളതാണ്. ഇങ്ങനെ തല അല്പം തടവിയാൽ മതി. നമുക്ക് പൂർണ്ണമായിട്ടും ഒരു വുളു കിട്ടണം എന്നുണ്ടെങ്കിൽ തലയുടെ അല്പഭാഗം തടവിയാൽ മതി. പക്ഷെ നമുക്ക് പൂർണ്ണമായ രൂപത്തിൽ സുന്നത്തായ രൂപത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ, കാമിലായ രൂപത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 ഭാഗത്തും കൈവച്ച് ഇങ്ങനെ തലയുടെ ബാക്ക് ഭാഗം വരെ കൊണ്ടുപോകണം. അങ്ങനെ തല തടവുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ചെവിയും 3 വട്ടം തടവൽ, അതും പ്രത്യേകം സുന്നത്തുണ്ടെന്ന് കിതാബുകളിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ തല തടവുന്നതിൻ്റെ ഭാഗമായിട്ട് ചെവിയും തടവുക. ഈ ചെവി തടവൽ എന്ന് പറയുന്ന സുന്നത്ത്, അത് 2 ചെവികളുടെയും ഉള്ളും പുറവും തടവണം എന്നുള്ളതാണ്. ചെവി തടവുന്നത് നമ്മൾ പുതിയ വെള്ളം എടുത്തുകൊണ്ടായിരിക്കണം. ഈ ചെവിയുടെ ഉൾഭാഗം പ്രത്യേകം തടവണം. അത് സുന്നത്തായ രൂപത്തിൽ തന്നെ നമ്മൾ ചെയ്യണം. അങ്ങനെ സുന്നത്തായ രൂപം 2 ചൂണ്ടുവിരലുകളുടെയും അറ്റം ചെവിക്കുഴിയിൽ പ്രവേശിപ്പിക്കുക. അപ്പോൾ നമ്മളിങ്ങനെ പറയുമ്പോൾ തന്നെ മനസ്സിലാക്കുക, 2 ചൂണ്ടുവിരലുകളുടെയും അറ്റം ചെവിക്കുഴിയിൽ അങ്ങ് പ്രവേശിപ്പിക്കുക. എന്നിട്ട് ചെവിയുടെ ഉൾഭാഗം മുഴുവനും തടവുക. അതേസമയം തന്നെ 2 തള്ളവിരലുകൾ ചെവിയുടെ പുറം ഭാഗത്തിൻ്റെ താഴ്ഭാഗം മുതൽ മുകൾ ഭാഗം വരെ ഇങ്ങനെ ചലിപ്പിക്കുക എന്നുള്ളതാണ്. ഇതിങ്ങനെ 3 പ്രാവശ്യം ചെയ്യുക. ഉള്ളം കൈ നനച്ച് ഇരു ചെവികളിലും ചേർത്ത് വെക്കുക. ഇതൊക്കെ 3 തവണ ചെയ്യൽ നമ്മുടെ കാമിലായ വുളുയിലേക്ക് എത്താൻ കാരണമാകുന്നതാണ്. നമ്മൾ സാധാരണ വുളു എടുക്കുമ്പോൾ ഈ സുന്നത്തുകളൊന്നും പാലിക്കാറില്ല. അങ്ങനെ ആ പൂർണ്ണമായ രൂപത്തിൽ പാലിച്ച് നമ്മൾ വുളു എടുക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇനി കാല് കഴുകുക എന്നുള്ളതാണ്. കാല് കഴുകുമ്പോൾ നമ്മൾ വളരെ ഷോർട്ടായിട്ട് പറഞ്ഞു പോകുന്നതേ മുഴുവനായിട്ട് ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ്. കാല് കഴുകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കാല് കഴുകൽ വിരൽ ഭാഗത്ത് നിന്ന് ആരംഭിക്കുക എന്നുള്ളതാണ്. വലത് കാലാണ് ആദ്യം കഴുകേണ്ടത്. തണ്ടൻ കാലുൾപ്പെടെ നീട്ടിക്കഴുകുക. തണ്ടൻ കാലെന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, കാലിൻ്റെ ആ പകുതി ഭാഗം വരെ ഏകദേശം നീട്ടിക്കഴുകുക. മടമ്പിൻ്റെ ഭാഗം പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് തേച്ചുരച്ച് കഴുകുക. അതേപോലെ തന്നെ ഉരച്ച് കഴുകുന്നത് ഇടത് കൈ കൊണ്ടായിരിക്കുക. നമ്മൾ ഓരോ കാലുകളും ഉരച്ച് കഴുകുന്നത് ഇടത് കൈ കൊണ്ടായിരിക്കണം. വിരലുകൾ തിക്കകറ്റണം. തിക്കകറ്റാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇടതു കൈയിൻ്റെ ചെറുവിരലാണ് ഉപയോഗിക്കേണ്ടത്. വിരലുകളുടെ താഴ്ഭാഗത്തിലൂടെയാണ് തിക്കകറ്റേണ്ടത്. പറയുമ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് കുറച്ച് റിസ്ക് ഉള്ള പോലെ തോന്നും, പക്ഷെ ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ വളരെ എളുപ്പമായിട്ട് നമുക്ക് മനസ്സിലാകും. അതേപോലെ തന്നെ തിക്കകറ്റുന്ന സമയത്ത് വലതു കാലിൻ്റെ ചെറുവിരലിൽ നിന്നും തുടങ്ങി ഇടതുകാലിൻ്റെ ചെറുവിരലിൽ അവസാനിപ്പിക്കണം. വലതുകാലിൻ്റെ ചെറുവിരലിൽ നിന്ന് തുടങ്ങിയിട്ട് ഇടതുകാലിൻ്റെ ചെറുവിരലിൽ അവസാനിപ്പിക്കണം. ഇതൊക്കെ 3 പ്രാവശ്യം ചെയ്യൽ പ്രത്യേകം സുന്നത്തുണ്ട്. അപ്പോൾ ചെറിയ രൂപത്തിൽ കാമിലായ വുളു എടുക്കൽ എങ്ങനെയെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. നമ്മളിത് ഇവിടെയുള്ള മുത്തഅല്ലിമീങ്ങളെ കൊണ്ടൊക്കെ നമ്മൾ കാമിലായ വുളു എടുപ്പിച്ച് ശീലിപ്പിച്ചതാണ്. ഞാൻ മുമ്പ് വിചാരിച്ചിരുന്ന ഏതെങ്കിലും ഒരു മുത്തഅല്ലിമിനെ കൊണ്ട് കാമിലായ വുളു പറഞ്ഞെടുപ്പിച്ചൊരു ഡെമോ പോലെയുള്ളൊരു വീഡിയോ ചെയ്യിപ്പിക്കണമായിരുന്നു. പിന്നെ അതിനുള്ള സമയം കിട്ടാത്തതുകൊണ്ട് അവരിടയ്ക്ക് ഇങ്ങനെ ഓരോ ഷോർട്ട് വീഡിയോ ഒക്കെ ചെയ്യുന്നത്, അതിനൊക്കെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റൊക്കെ ആവശ്യം വരുള്ളൂ. അപ്പോൾ അത് പഠനത്തൊന്നും ബാധിക്കില്ല അങ്ങനെ വീഡിയോ ചെയ്യുന്നതൊന്നും. വളരെ പെട്ടെന്ന് സ്കൂളിലേക്കൊക്കെ പോകുന്നതിൻ്റെ ഒരു ചെറിയ ഗ്യാപ്പ്, ബസ്സിന് കാത്ത് നിൽക്കുന്നതിൻ്റെ ടൈമിൽ പെട്ടെന്നൊന്നും എടുക്കുന്നത് ഒരു 2-3 മിനിറ്റ് കൊണ്ട് തീരും. അതിന് കൂടുതൽ സമയമൊന്നും ചിലവഴിക്കാറില്ല. അപ്പോൾ അതിനൊന്നും സമയനഷ്ടം വരുന്നില്ല, പഠനത്തെ ബാധിക്കുന്നില്ല. പക്ഷേ ഇതിങ്ങനെ കുറേ സമയം ഇതിങ്ങനെ വുളുവിൻ്റെ എല്ലാ സുന്നത്തുകളും പറഞ്ഞ് പാലിപ്പിച്ചെടുക്കുമ്പോൾ അത് നമുക്ക് ശനി ഞായർ ദിവസങ്ങളിലൊക്കെ ഫ്രീ കിട്ടുന്ന സമയത്തല്ലേ നടക്കുള്ളൂ എന്ന് കരുതിയിട്ടാണ് നമ്മളതിലേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റാത്തത്. ആ ദിവസം നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ക്ലാസ്സുകളും മറ്റൊക്കെ ഉണ്ടാവും.
ഇൻഷാ അല്ലാ സമയം പോലെ അതിന് പറ്റുന്ന സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ ചെയ്യും ഇൻഷാ അല്ലാ. ഇനി വുളുവിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വുളുവിന് ഉപയോഗിച്ച ബാക്കിയുള്ള വെള്ളം, അതിൻ്റെ മിച്ചമുള്ള വെള്ളം കുടിക്കാൻ യോഗ്യമാണെങ്കിൽ അതല്പം കുടിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ കുടിക്കുന്നതിനാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. അങ്ങനെ കുടിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. ഇനി എന്താ വുളു കഴിഞ്ഞ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിൽപ്പെട്ട ചിലതാണ് പറയുന്നത്. പ്രത്യേക കാരണങ്ങളൊന്നുമില്ലെങ്കിൽ വുളു എടുത്ത വെള്ളം തോർത്തുന്നതും കുടഞ്ഞു കളയുന്നതും ഉപേക്ഷിക്കുക. അതൊരു പ്രത്യേക സുന്നത്താണ്. ഇത് നിങ്ങൾക്ക് ഒരുപക്ഷെ ചിലർക്ക് അറിവുണ്ടാവും, ചിലരൊക്കെ അത് ആദ്യമായിട്ടാണ് കേൾക്കുന്നുണ്ടായിരിക്കുക. അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. വുളു എടുത്ത് കഴിഞ്ഞ വെള്ളം തോർത്താതിരിക്കണം, അത് കുടഞ്ഞു കളയാതിരിക്കണം, അതങ്ങനെ തന്നെ ചെയ്യണം. ഹദീസിൽ വന്ന ദുആ ഉണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അൽഹംദുലില്ലാഹില്ലദി ജഅലൽ മാഅ തുഹൂറ അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീന വജഅൽനി മിൻ ഇബാദിക്കസ് സ്വാലിഹീൻ സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ഈ ഒരു ദുആഇനെ അവന് പതിവാക്കുക. അതിനുശേഷം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിലും കുടുംബത്തിൻ്റെ മേലിലും സ്വലാത്തും സലാമും ചൊല്ലുക. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം എന്നാണ് ചൊല്ലേണ്ടത്. ഇത് ചെയ്യുന്ന സമയത്ത് ഖിബ്ലക്ക് മുന്നിട്ടാണ് ചെയ്യേണ്ടത്. ദുആ ചെയ്യുമ്പോൾ ഇരു കൈകളും കണ്ണുകളും മേൽപോട്ട് ഉയർത്തിയിട്ടാണ് ചെയ്യേണ്ടത്. ആ ദുആ 3 തവണ ആവർത്തിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. ദുആ ചെയ്തതിന് ശേഷം കൈകളെ കൊണ്ട് മുഖം തടവൽ പ്രത്യേകം സുന്നത്തുണ്ട്. ഖിബ്ലക്ക് മുന്നിട്ട് കണ്ണുകൾ മേൽപോട്ട് ഉയർത്തി ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന സൂറത്ത് 3 തവണ പാരായണം ചെയ്യൽ സുന്നത്തുണ്ട്. അതൊക്കെ ഹദീസിൽ വന്നതാട്ടോ. അങ്ങനെ 3 തവണ സൂറത്തുൽ ഖദ്ർ പാരായണം ചെയ്താൽ ലഭിക്കുന്ന വലിയ നേട്ടങ്ങളെക്കുറിച്ച് നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അല്ലാഹുമ്മ ഗ്ഫിർ ലി ദംബി വവസ്സി ലി ഫി ദാരി വബാരിക് ലി ഫി റിസ്ഖി വലാ തഫ്തിന്നി ബിമാ ദബൈത അന്നി എന്ന് പറയുന്ന ദുആ ചെയ്യണം. അതിനുശേഷം ആയത്തുൽ കുർസി ഓതണം. അതിനുശേഷം വുളുവിൻ്റെ 2 റക്അത്തുള്ള സുന്നത്ത് നിസ്കരിക്കണം. വുളുവിൻ്റെ 2 റക്അത്തുള്ള സുന്നത്ത് നിസ്കരിച്ചിട്ടുണ്ട് ഇതുവരെ. നമുക്ക് എപ്പോഴും നിസ്കരിക്കാൻ പറ്റുന്നതാണത്. നമ്മൾ ആ നിയ്യത്ത് മനസ്സിൽ കരുതലില്ല. വുളുവിൻ്റെ ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. ഇതാണ് കാമിലായ വുളു. അപ്പോൾ നമ്മൾ എവിടെ മുതലാണ് അപ്പോൾ തുടങ്ങിയെന്ന് ഓർമ്മണ്ട? ഖിബ്ലക്ക് മുന്നിട്ട് നിൽക്കുന്ന അവിടം മുതൽ വുളു എടുത്തു കഴിഞ്ഞ് അതിൻ്റെ ദുആ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന സൂറത്ത് 3 തവണ, അതിന് ശേഷം നമ്മൾ വുളുവിൻ്റെ ശേഷം ആയത്തുൽ കുർസി ഓതിയിട്ട് വുളുവിൻ്റെ ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച, ഇതാണ് കാമിലായ വുളുവിൻ്റെ ഒരു രൂപം. ഇങ്ങനെ വുളു ചെയ്ത് നമ്മളൊരു വിഷയത്തിലേക്ക് ഇറങ്ങുക. അത് വലിയ ഇജാബത്ത് കിട്ടാൻ കാരണമാകും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.